അയാളുടെ മകൾക്ക് വേണ്ടി, അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി, അയാളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അയാൾക്കൊരു സത്യം വെക്കേണ്ടി വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല, ഞാനുണ്ട്. അത് അയാളുടെ ഒരു വാക്കാണ്. അപ്പം അയാളുടെ ഒരു പ്രതിജ്ഞയാണ്. അത് കീപ്പപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞ 13 വർഷമായിട്ട് അയാൾ ഭയങ്കര ഒരു യാത്രയിലാണ്. അയാൾക്ക് വയ്യാതായി. അയാൾക്ക് എന്താ പറയുന്നത്, ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് എനിക്ക് ഭയമാണ്. ജോർജ് കുട്ടി അങ്ങനെ ഭയമില്ലാത്ത ആളൊന്നുമില്ല. എവറി മൊമെൻറ്റ് അയാൾക്ക് പേടിയാണ്. എന്തുകൊണ്ടാണ്? അയാളെ പറ്റിയല്ല, അയാളുടെ കുടുംബത്തെ പറ്റി. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഏജായി. ജോർജ് കുട്ടിക്ക് 13 വർഷങ്ങൾ കഴിഞ്ഞു. അവരുടെ കുട്ടികളൊക്കെ വലുതായി. അവരെ പല ചോദ്യങ്ങൾക്കും അയാൾ ആൻസർ ചെയ്യേണ്ടി വരും. സിനിമയിൽ അങ്ങനെ ഉണ്ട്. അയാളുടെ ഭാര്യയുടെ ചോദ്യങ്ങൾക്ക് അവരുടെ മുന്നിലൊന്നും അദ്ദേഹത്തിന് യഥാർത്ഥ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റില്ല. ആ ഫാമിലിയുടെ മുമ്പിൽ മാത്രമല്ല, ആ ആൾക്കാരുടെ ആരുടെ മുമ്പിൽ എന്താണ് തൻ്റെ മനസ്സിലുള്ളതെന്ന് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരാളായി മാറി ജോർജ് കുട്ടി. സിനിമയിൽ പോലും അയാൾ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻസാണ് ചെയ്യുന്നത്. വളരെ സന്തോഷിക്കേണ്ട സമയത്ത് അയാൾ മനസ്സിൽ സങ്കടപ്പെടുന്നതായിരിക്കും, പക്ഷെ സങ്കടപ്പെടുന്ന കാണിക്കാതെ സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പം അത്രയും ഒരു കോംപ്ലക്സിറ്റി ഉള്ള ആളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്ന അയാൾക്കൊരു സ്പിരിച്വാലിറ്റിയിലേക്കോ ഒരു ഫിലോസഫിക്കൽ തലത്തിലോട്ടൊക്കെ ജോർജ് കുട്ടി നടക്കേണ്ട സമയം. കാര്യം ഗിൽറ്റ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ലൈക്ക് ഹെൽ എന്നാണ്.